ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീണ്ടും ഒരു കുക്കീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളായി കുക്കീസ് ചെയ്തിട്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പലതരത്തിലുള്ള കുക്കീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ഓട്സിലൊക്കെ റോൾ ചെയ്യുന്ന ഒരു കുക്കീസാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇതിനു മുമ്പും പലതരത്തിലുള്ള കുക്കീസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓവനില്ലാതെ ചെയ്യുന്ന ബേക്കിങ്ങിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി നോക്കാം റെസിപ്പീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മളൊരു ബൗളെടുത്തു. അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് ബട്ടറാണ്. ഇതിപ്പോൾ 100 ഗ്രാം ബട്ടറുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മൾ ചേർക്കാനായിട്ട് എപ്പോഴും. അത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ശർക്കരയാണ്. ഞാൻ ശർക്കരപ്പൊടിയാണ് ചേർക്കണേ. നിങ്ങൾക്ക് ഏത് സ്വീറ്റ്നർ വേണമെങ്കിലും യൂസ് ചെയ്യാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് വരെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ 1 കപ്പ് ചേർക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടറും ഈ ശർക്കരപ്പൊടിയും ചേർത്തിട്ട് നല്ല ക്രീമായിട്ട് വരണം. അപ്പോൾ ഇതൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ആ മുട്ടയുടെ ആ സ്മെല്ലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മുട്ട മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. മാറ്റി വെച്ച പൊടി ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ 1 നുള്ള് ബേക്കിംഗ് പൗഡറാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു 2-3 പ്രാവശ്യം ഇടഞ്ഞെടുത്തതാണിത്. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ വളരെ സിമ്പിളാണ്, കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അധികം പണിയൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി, കുക്കീസിനുള്ള ഒരു പരിവായി. ഇനി നമുക്കിതിന്ന് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതിൻ്റെ പുറത്ത് ഒരു ലെയർ കോട്ടിങ് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് പാല് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതുപോലെ തന്നെ ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനോടെയുള്ള ഓട്സാണ്. അപ്പോൾ അത് ഞാൻ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. മിക്സിയിലിട്ട് നമ്മൾ ഈ മോൾ ഓട്സ് അല്ലെങ്കിൽ മുഴുവനോടെയുള്ള ഓട്സ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പോവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ മുക്കിയെടുക്കണം കുക്കീസ് ഷേപ്പ് ചെയ്തിട്ട്. അപ്പോൾ കുക്കീസ് നമ്മുടെ കയ്യിൽ അധികം പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി കയ്യിലൊന്ന് ഇതുപോലെ ഒന്ന് കയ്യിലെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിന് ഓരോ ബോളാക്കിയിട്ട് ഇതുപോലെ എടുത്തിട്ട് ആദ്യം നമ്മൾ പാലിൽ മുക്കുക. പാലിൽ നന്നായി മുക്കിയതിന് ശേഷം നമ്മൾ ഈ ഓട്സിൽ ഇതുപോലെ ഒന്ന് മുക്കി ആ ഒരു കോട്ടിങ് ഉണ്ടാക്കാം. ആ കുക്കീസിൻ്റെ മുകളിൽ ഒരു കോട്ടിങ് വരുത്തുക. ഇതിപ്പോൾ ബോൾ ഷേപ്പിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ സ്ലൈറ്റായിട്ട് ചെറുതായിട്ട് ഒന്ന് പരന്നു വരും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കണേ. ഇതുപോലെ ബാക്കിയുള്ള കുക്കീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുക്കീസെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് 14 കുക്കീസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. വലിപ്പം അനുസരിച്ചിരിക്കും കിട്ടുന്ന കുക്കീസിൻ്റെ എണ്ണം. ഇനി ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ സ്റ്റൗ ടോപ്പിൽ തന്നെയാണ് ബേക്ക് ചെയ്യണേ. ഓവനിൽ ചെയ്യുന്നവരാണെങ്കിൽ 180 ഡിഗ്രിയിൽ ആദ്യം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ കുക്കീസിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും. ചെറിയ കുക്കീസാണ് ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് എടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ പാനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് അടുത്ത പാൻ വെച്ച് കൊടുക്കുകയാണ്.
ഇങ്ങനത്തെ ഒരു പാൻ, ഇത്രയും കട്ടിയുള്ള ഇത്തിരി കുഴിയുള്ള ഒരു പാൻ വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലെ 2 പാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. പല ടൈപ്പ് ബേക്കിങ്, ഇതുപോലെ സ്റ്റൗ ടോപ്പ് പല ടൈപ്പിലുള്ള ബേക്കിങ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പാനിൽ ഇതുപോലെ ബേക്കിംഗ് ഷീറ്റ് വെച്ച് അതിലേക്ക് കുക്കീസ് വെച്ചിട്ടുണ്ട്. ഇത് 5 കുക്കീസാണ് വെച്ചിരിക്കണേ. കുറച്ച് ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വെക്കണം, കാരണം ഇത് ചിലപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചെറുതായിട്ടൊന്ന് പരക്കാനുള്ള ചാൻസ് ഉണ്ട്, കുറച്ചൊന്ന് വലുതാവും. അപ്പോൾ അതിനുള്ള സ്പേസ് വെച്ചിട്ട് നമ്മളിനി ഇത് അടച്ചു വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കീസ് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതാണ്. സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് എനിക്ക് 20 മിനിറ്റാണ് എടുത്തത്. ഈ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവർ ബേക്ക് ചെയ്യാൻ എടുക്കുമ്പോൾ കുക്കീസ് ഓട്സിൽ റോൾ ചെയ്യുമ്പോൾ അടിഭാഗത്ത് അധികം ഓട്സ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബേക്കായി വരുമ്പോൾ അടിഭാഗത്തെ ഓട്സ് പെട്ടെന്ന് കരിഞ്ഞു പോവും, പക്ഷേ നമ്മുടെ ഉള്ളിൽ അധികം വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അടിഭാഗത്ത് അധികം ഓട്സ് റോൾ ചെയ്യരുത്. ഇത് 20 മിനിറ്റ് എടുത്തു. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് അനുസരിച്ചിരിക്കും കുക്കീസിൻ്റെ. ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇനിയിപ്പോൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം നടുവിൽ. അപ്പോൾ ക്ലീനായിട്ട് വരുന്നുണ്ട്. ടൂത്ത് പിക്ക് അല്ലെങ്കിൽ ഫോർക്ക് ക്ലീനായിട്ട് വരികയാണെങ്കിൽ കുക്കീസ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു കുക്കീസിൻ്റെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.